പെരുങ്കളിയാട്ടങ്ങൾ ലോകത്തിനു മുന്നിൽ തീർക്കുന്നത് സാഹോദര്യത്തിന്റെ മാതൃകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എംപി. ചെറുവത്തൂർ ക്ലായിക്കോട് പെരുങ്കളിയാട്ടത്തിന്റെ സുവനീറിന്റെ കവർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ചെറുവത്തൂർ ക്ലായിക്കോട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സുവനീർ കമ്മിറ്റി പുറത്തിറക്കുന്ന സ്മരണിക വഴിനടയുടെ കവറിന്റെ പ്രകാശനമാണ് രാജ്യസഭാ എംപി ജോൺ ബ്രിട്ടാസ് നിർവഹിച്ചത്. പെരുങ്കളിയാട്ടം പോലുള്ള ഉത്സവാഘോഷങ്ങൾ ലോകത്തിനു മുന്നിൽ തീർക്കുന്നത് സാഹോദര്യത്തിന്റെ സമാനതകളില്ലാത്ത മാതൃകയാണെന്ന് എംപി പറഞ്ഞു. 10-20 വർഷങ്ങളുടെ ഇടവേളകൾക്ക് ശേഷം പെരുങ്കളിയാട്ടം ആഘോഷിക്കുമ്പോൾ ഒരു വിഭാഗത്തിൽ നിന്ന് മാറി അത് നാടിന്റെ തന്നെ കൂട്ടായ്മയായി മാറുകയാണ്. ഇങ്ങനെ ഓരോ ജനവിഭാഗത്തെയും കൃത്യമായി അടയാളപ്പെടുത്തിയാണ് പെരുങ്കളിയാട്ടങ്ങൾ പൂർണ്ണതയിലെത്തുന്നതെന്നും അഭിപ്രായപ്പെട്ട ജോൺ ബ്രിട്ടാസ് എംപി സുവനീറിന്റെ പേര് വഴിനട സൂചിപ്പിക്കുന്നത് ക്ഷേത്ര ചടങ്ങിനെയാണെന്നും ദേവിയുടെ ആഗമന ചരിത്രം അറിയുന്ന ചടങ്ങ് പോലെ തന്നെ ക്ലായിക്കോടിന്റെ ചരിത്രവും വർത്തമാനവും ഉൾക്കൊള്ളുന്നതാകട്ടെ സുവനീറെന്നും ആശംസിച്ചു. നിങ്ങൾ ഏവരും കാണുന്നത് പോലെ ഈ സുവനീറിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് വഴിനടയാണ്. വഴിനട എന്ന് പറയുന്നത് ഈ ക്ഷേത്ര ഉത്സവത്തിന്റെ ഒരു ചടങ്ങാണ്. അത് കേവലമായ ഒരു ചടങ്ങ് മാത്രമല്ല, ഇത് നാടിന്റെ വഴിത്താരയെ സൂചിപ്പിക്കുന്ന ഒരു സംജ കൂടിയാണ്. നാടിന്റെ ചരിത്രം കൂടി ഈ തലക്കെട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ക്ലായിക്കോട് എന്ന് പറയുന്ന പ്രദേശം എനിക്ക് നന്നായി അറിയാവുന്നൊരു പ്രദേശമാണ്. ആ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുവനന്തപുരം കൈരളി ടവറിൽ നടന്ന ചടങ്ങിൽ സ്മരണിക പത്രാധിപ സമിതി അംഗം KV മധു അധ്യക്ഷനായി. ആഘോഷ കമ്മിറ്റി കൺവീനർ മോഹനൻ ചീമേനി നന്ദി പറഞ്ഞു. എംപിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് യതീശൻ അതിയണം, മീഡിയ കമ്മിറ്റി അംഗം അശ്വിൻ ശ്രീധരൻ എന്നിവരും സംബന്ധിച്ചു. പെരുങ്കളിയാട്ട നഗരിയിൽ ജനുവരി 27 നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരി R രാജശ്രീ വഴിനട സുവനീർ പ്രകാശനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.